നാഗശാപങ്ങളെയും അതിൻ്റെ ലക്ഷണങ്ങളെയും പറ്റി നോക്കാം. സർപ്പക്കാവ് വെട്ടിത്തെളിയിക്കുകയോ സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിക്കുക, സർപ്പക്കാവ് അശുദ്ധമാക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പദോഷമുണ്ടാകും. ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥലത്തിനോ നാശം വരുത്തുകയോ അവയെ കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക, പാരമ്പര്യമായി ആരാധിച്ചു പോന്നിരുന്ന നാഗബിംബങ്ങൾ നശിപ്പിക്കുകയോ ആരാധന മുടക്കുകയോ ചെയ്യുക, വേണ്ട രീതിയിൽ അവരെ പൂജിക്കാതിരിക്കുക തുടങ്ങിയവയെല്ലാം നാഗകോപത്തിന് കാരണമാകുന്നു. ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് അനുഭവിച്ചാലും തീരാത്ത പ്രയാസങ്ങൾ നാഗകോപത്താൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കുടുംബത്തിൽ സന്താന ദുരിതം, വിവാഹ തടസ്സം, രോഗങ്ങൾ, അകാരണമായ ഭയം, സാമ്പത്തിക തകർച്ച എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഈ ലക്ഷണത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളിൽ കാണുകയാണ് എങ്കിൽ അത് നാഗദോഷത്താലാണെന്ന് മനസ്സിലാക്കണം. അതിലാദ്യത്തെ ലക്ഷണം തൊലിപ്പുറത്ത് കാണുന്നതായ വെളുത്ത നിറത്തിലുള്ള പാടുകളാണ്. ഇവ കാണുകയാണ് എങ്കിൽ അത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യണം. കാരണം അത് സൂചനകളാണ്. സർപ്പദോഷത്താലാകാം. അതിനാൽ പ്രശ്നചിന്ത നടത്തുന്നത് ഉത്തമമാണ്. മറ്റൊന്ന് ഉറക്കമില്ലാതായ അവസ്ഥയാണ്. ചിലർക്ക് ഇത് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യവുമാകാം. അത്തരത്തിലുണ്ടായെങ്കിൽ അത് നാഗശാപത്താലാകാം എന്ന കാര്യം ഓർക്കുക. മറ്റൊരു ലക്ഷണം ഉറക്കത്തിനിടയിൽ ഉണരുകയും പിന്നെ ഉറക്കം വരാതിരിക്കുന്നതുമായ അവസ്ഥ. ഇങ്ങനെ സ്ഥിരമായി സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നാഗദോഷത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു ലക്ഷണം ഭയാനകമായ സർപ്പങ്ങളെ സ്വപ്നം കാണുന്നതാണ്. നിത്യവും സർപ്പങ്ങളെ സ്വപ്നം കാണുന്നതും ദോഷം തന്നെയാണ്. ഇവയ്ക്ക് പുറമെ വീടിനുള്ളിൽ നിറയെ പാമ്പുകളെ നിങ്ങൾ സ്വപ്നം കാണുകയാണ് എങ്കിൽ അതും ദോഷകരമാണ്. കൂടാതെ നിങ്ങളുടെ ദേഹത്ത് സർപ്പങ്ങൾ ഇഴയുന്നതായി സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് നാഗദോഷവുമായി ബന്ധപ്പെട്ട ദോഷത്തെ സൂചിപ്പിക്കുന്നു. പരിഹാരമായി 100 പാലും നൽകുക എന്ന കാര്യമാണ്. കൂടാതെ മഞ്ഞൾ സമർപ്പണവും സർപ്പവിഗ്രഹം, പുറ്റ്, മുട്ട എന്നിവ സമർപ്പിക്കുന്നതും ഇളനീർ പാൽ കൊണ്ട് അഭിഷേകം നടത്തുന്നതും പുള്ളുവൻ പാട്ടും സർപ്പദോഷം അകറ്റുവാൻ ഏറ്റവും നല്ല പരിഹാരമാകുന്നു. അതിനാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആയില്യം നാളിൽ ഈ വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇവയ്ക്ക് പുറമെ നാഗപ്രീതിക്ക് ഏറ്റവും നല്ല മാർഗമാണ് ആയില്യം വ്രതം. ഇതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനായി ആയില്യത്തിന് തലേ ദിവസം മുതൽ വ്രതമെടുക്കണം. മത്സ്യവും മാംസം, ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ ഉപേക്ഷിക്കേണ്ടതാണ്. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടും കൂടി പൂർണ്ണ ഉപവാസത്തോടെയോ ഒരിക്കലായോ വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ്. ആയില്യം കഴിഞ്ഞ് പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതായ തീർത്ഥം കുടിച്ചാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുകയും വേണം. നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ആരാധന നടത്തുകയും നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും 5 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുകയും വേണം. രാവിലെ സൂര്യോദയത്തിനു ശേഷവും വൈകിട്ട് സൂര്യാസ്തമയത്തിനു മുൻപുമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്.